മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോ വിലക്കുറവ് തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ എന്ന് പറയാം. റെസിഡൻഷ്യൽ ഏരിയയിലിരിക്കുന്ന ഒരു 10.5 സെന്റ് സ്ഥലവും 10:11 10:45 പറഞ്ഞാൽ മതി. റോഡിനൊക്കെ വഴി പോകുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയത്തില്ല, നല്ലൊരു 10 പറഞ്ഞാൽ മതി എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞേക്കുന്നത്. ഏകദേശം ഒരു 5 വർഷം പഴക്കമുള്ള ഒരു 2 ബെഡ്റൂം വീടും കൂടിയാണ്. റൂഫൊക്കെ ചെയ്ത് നല്ല വഴി സൗകര്യം, എല്ലാ സൗകര്യങ്ങളുമുള്ള റൂഫൊക്കെ ചെയ്ത മോഡല് 2 ബെഡ്റൂം വീടാണ്. 30 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ. 30 ലക്ഷം രൂപ. അപ്പോൾ 30 ലക്ഷം രൂപ ചോദിക്കുന്ന വീടുകളൊക്കെ ചോദിച്ച് എന്നെ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ടെങ്കിലും കാണിക്കാനധികം വീടുകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു റേറ്റ് പറഞ്ഞപ്പോൾ തന്നെ വേഗത്തിൽ നമ്മൾ പോയി അത് ഷൂട്ട് ചെയ്തെടുത്തതും എത്രയും പെട്ടെന്ന് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഈ വീഡിയോൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. ഈ മരത്തിൻ്റെ ഒക്കെ ഇപ്പുറത്ത് ഇവിടം തൊട്ടാണ് നമ്മുടെ അതിര് തുടങ്ങുന്നത്. ഈ വണ്ടി കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് നേരത്തെ വഴി ഉണ്ടായിരുന്നല്ലോ. ഈയിടെ വഴി വെട്ടി അത് ക്ലിയർ ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് നല്ല പണിയെല്ലാം തീർത്ത് വൈറ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാണ്ട് ഈ സൈഡ് മൊത്തം ബൗണ്ടറി തിരിഞ്ഞ് കിടക്കുന്നതല്ല, ഈ സൈഡ് കൂട്ടി അങ്ങേയറ്റത്തേക്ക് പോകുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ബൗണ്ടറി, അതിര്. അവിടുന്ന് നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് കയറുകയാണ്. 10.5 സെന്റ് സ്ഥലമുണ്ട്. സ്ഥലമൊക്കെ അളവുണ്ട്. അപ്പം പാലാ ടൗണിൽ നിന്നും ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്തോളമേ ഉള്ളൂ. സൗകര്യങ്ങൾ കൊണ്ട് നമ്പർ 1 തന്നെയാണ് ഈ വീട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലേക്ക് ഇറങ്ങാൻ, ബസ് റൂട്ടിലേക്ക് ഇറങ്ങാനൊക്കെ എളുപ്പമാണ് ഈ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത് 2 ബെഡ്റൂം വീടാണ്. 2 ബെഡ്റൂം വീടിൽ നിന്ന് നമ്മൾ ബാക്ക് സൈഡിലെ ഒരു വ്യൂവിലേക്ക് പോവുകയാണ്. വീട് വൈറ്റ് കളറെല്ലാം അടിച്ച് നല്ല ഫിനിഷ് ചെയ്ത് ഇതാണ്. ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ ഇതിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെയാണ് കിണർ. ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ളൊരു നല്ലൊരു കിണറുള്ളൊരു മേഖല തന്നെയാണ് ഇത്. അവർ തീയൊക്കെ കൂട്ടി കത്തിച്ച് ചപ്പെല്ലാം വാരിക്കൂട്ടി കത്തിച്ചിട്ട് ഇടുവാണ്. വെള്ളം കാണിക്കാൻ പറ്റുന്നു എന്നെനിക്ക് തോന്നുന്നു. നല്ല വെള്ളമുള്ള മേഖല തന്നെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കടന്നു പോകുന്നത് വീടിൻ്റെ ബാക്ക് സൈഡ് കണ്ട് ഇപ്പുറത്തെ സൈഡിലേക്കാണ്. ഇത് ഈ തെളിഞ്ഞു കിടക്കുന്ന ഈ ഭാഗം വരെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. അത്യാവശ്യം ഇത് ഒന്നും കൂടെ ബൗണ്ടറിയൊക്കെ പൊളിച്ച് കറക്റ്റ് ആ ബൗണ്ടറി അതിര് തീർത്തൊന്ന് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുറ്റവും സൗകര്യങ്ങളും ഇവിടെ കിട്ടും. ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ വീടുകളെടുക്കാൻ താല്പര്യമുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർ, അവരെയൊക്കെ സംബന്ധിച്ച് നല്ലതാണ്. അല്ലെങ്കിൽ നല്ല സ്ഥലം, ഇത്രയും സ്ഥലത്തോടു കൂടി ഒരു സാധാരണ ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള വീടാണ്. വീട് കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ മേളിലോട്ട് കയറി ഇപ്പുറത്തെ ആ മരത്തിൻ്റെ അവിടം വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി. ഇത് മുകളിലേക്ക് റൂഫ് ചെയ്തിരിക്കുന്നത്, ഹൈറ്റ് കൂട്ടിയുള്ള റൂഫാണ് ചെയ്തിരിക്കുക. നമുക്ക് എന്തെങ്കിലും തുണി ഉണങ്ങാനിടാനോ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കംപ്ലീറ്റ് വാർക്കയാണ്. കംപ്ലീറ്റ് വാർക്കയുടെ മേളിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് മേളിൽ റൂഫ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. സിറ്റ് ഔട്ട് എല്ലാം ടൈലാണ് ഇട്ടിരിക്കുന്നത്, വെർട്ടിഫൈഡ് ടൈലാണ്. ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില ഏകദേശം 5 വർഷം 6 വർഷം പഴക്കമുള്ള, 5 വർഷം എന്ന് എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞത്. അത്രയും പഴക്കമേ ഉള്ളൂ. അപ്പം ഈ വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ഫ്രണ്ട് ഡോറൊക്കെ തേക്കിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹോള്, ഒരു ഷോക്കേസ് ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ തന്നെ കാണാവുന്ന രീതിയിലൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് മാറുമ്പോഴാണ് ഡൈനിങ് റൂം. നേരെ നമുക്ക് മുന്നോട്ട് പോയി അവിടുത്തെ ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടിട്ട് അപ്പുറത്തേക്ക് പോകാം.
ഇത് ബെഡ്റൂം, ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടിട്ട് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നു. ഡൈനിങ് ഹാളും നല്ല വലിപ്പമുള്ളതാണ്. ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടും സാമാന്യ സ്പേഷ്യസ് ആയിട്ട് തന്നെ തോന്നിക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ്. ഇവിടെ അടുത്ത ബെഡ്റൂമാണ്. നേരത്തെ മോഡലിൽ തന്നെ ഒരു അലമാരിയൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ആണ്. ഒരു അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും, അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വാർക്ക വീടാണ്. വാർക്ക വീടായതുകൊണ്ട് തന്നെ ലോൺ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വഴി ആയിട്ടുണ്ട്, വഴി സൗകര്യങ്ങൾ, റോഡ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഡൈനിങ് ഹാള്. ഇവിടെ ഒരു വേറൊരു ടോയ്ലറ്റും കൂടെ ഉണ്ട്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലല്ലോ, അപ്പോൾ ഒരു ടോയ്ലറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഈ വീടും സ്ഥലത്തിനും ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞു 30 ലക്ഷം രൂപയാണ്. ചെറിയ വിട്ടുവീഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്ന് കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. റൂഫ് ചെയ്തതൊക്കെ അഡീഷണൽ ലീഡ് ചെയ്തതാണ്. റൂഫ് ചെയ്തു, വൈറ്റ് സിമെൻ്റ് അടിച്ചു, പെയിൻ്റ് അടിച്ചു, പിന്നെ മുറ്റമെല്ലാം വൃത്തിയാക്കി, നേരത്തെ വഴി ഉണ്ടായിരുന്നല്ല, വഴി മേടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. വാർക്ക വീടുകൾക്കാണ് ലോൺ കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള വാർക്ക വീടുകൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലോൺ ചെയ്തു തരാൻ പറ്റുള്ളൂ. ഷീറ്റിട്ട വീടുകൾ, ഓടിട്ട വീടുകൾക്കൊന്നും ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. വാർക്ക വീടായിരിക്കണം. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.